ഒമാൻ പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. ഒമാൻ പ്രവാസി മീഡിയ ഒമാൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നജില ഷിബിൻ. സോഷ്യൽ ഫോറം ഒമാൻ ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് സംഘടിപ്പിച്ചു വരുന്ന രക്തദാന ക്യാമ്പിന്റെ 4ാം ഘട്ടം അസൈബ അൽ ഫറാഹ് മെഡിക്കൽ സെന്ററിൽ നടന്നു. 100ഓളം പേരിൽ നിന്ന് രക്തം ശേഖരിച്ചു. 4 ഘട്ടങ്ങളിലായി 750 പേരിൽ നിന്ന് രക്തം ശേഖരിച്ചു. രക്തദാനത്തിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന അൽ ഹറാഫ് മെഡിക്കൽ സെന്ററിൽ സോഷ്യൽ ഫോറം പ്രതിനിധി താജുദ്ദീൻ ഉപഹാരം നൽകി. വിദ്വേഷ പ്രസംഗവും പ്രചാരണവും തടയാൻ അറബ് രാഷ്ട്രങ്ങൾ ഏകീകൃത നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അറബ് നീതിന്യായ മന്ത്രിമാരുടെ കൗൺസിൽ യോഗം ഇതിന്റെ കരട് രൂപം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. അഴിമതിക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം, അറബ് രാഷ്ട്രങ്ങളിലെ അഭയാർത്ഥികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചാ സമ്മേളനം ചേരൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. ഓൺലൈനായി നടന്ന 36ാമത് കൗൺസിൽ യോഗത്തിൽ ഒമാനെ പ്രതിനിധാനം ചെയ്ത് നീതിന്യായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ എഹിയ ബിൻ നാസർ അൽ കുസൈബി, അന്താരാഷ്ട്ര സഹകരണ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഇസ ബിൻ സാലിം അൽ ബറാഷ്ദി എന്നിവരാണ് പങ്കെടുത്തത്. മസ്കറ്റിലെ മദീന അൽ നീന ടി ഗ്രൂപ്പിലേക്ക് താഴെ പറയുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫ്സിനെ ആവശ്യമുണ്ട്. ഷവർമ മേക്കർ, സാൻഡ്വിച്ച് മേക്കർ, ജ്യൂസ് മേക്കർ, ഡെലിവറി ബോയ്, കുക്ക്. ഫ്രീ അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് അട്രാക്റ്റീവ് സാലറി പാക്കേജസ് ഓഫർ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് 95069333 അല്ലെങ്കിൽ 97834758 അല്ലെങ്കിൽ 95062545. ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട്. ഒമാനിൽ ഉള്ളവർ മാത്രം ബന്ധപ്പെടുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 97837854. മസ്കറ്റ് മിസ്ഫയിൽ കോഫി ഷോപ്പിലേക്ക് പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 98204480. ഒമാനിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ജ്യൂസ് ഷോപ്പിലേക്ക് ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 99578538. കോഫി ഷോപ്പിലേക്ക് ഒരു കുക്കിന് ആവശ്യമുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 93079600. വിദേശ തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനായി ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയിൽ അനുമതി ലഭിച്ചവരിൽ സാധുവായ പാസ്പോർട്ട് കൈവശമില്ലാത്തവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. BLS ഓഫീസുകളിലാണ് അപേക്ഷ നൽകേണ്ടത്. പൊതുമാപ്പിൽ മടങ്ങുന്നവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എമർജൻസി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷാ ഫീസ്, കമ്മ്യൂണിറ്റി വെൽഫെയർ ചാർജുകൾ, BLS സേവന ഫീസ് തുടങ്ങിയവ ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഫോറം ഫിൽ ചെയ്യാനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെയായി BLS ഓഫീസുകളിൽ ഒരുക്കിയിട്ടുള്ള സംവിധാനം ഉപയോഗിക്കാം. ഇതിന് പരമാവധി 2 റിയാൽ മാത്രമാണ് വരികയെന്നും എംബസി അറിയിച്ചു. പൊതുമാപ്പിൽ മടങ്ങാൻ താൽപ്പര്യമുള്ളവർ ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കുകയാണ് വേണ്ടത്. തൊഴിൽ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചവരിൽ സാധുവായ പാസ്പോർട്ട് കൈവശമുള്ളവർ ടിക്കറ്റ് എടുത്ത് PCR പരിശോധനയും നടത്തിയ ശേഷം മടങ്ങാവുന്നതാണ്. അല്ലാത്തവരാണ് എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത്. വെയിറ്റിംഗ് ഫോർ കംപ്ലീഷൻ ഓഫ് ഡിപ്പാർട്ടേഷൻ എന്ന അറിയിപ്പ് ലഭിക്കുന്നവർക്കെല്ലാം അനുമതി ലഭിച്ചു എന്നാണ് അർത്ഥം. മസ്കറ്റിലെ BLS ഓഫീസിന് പുറമെ സലാല, നിസ്വ, ദുക്കം, സൂർ, സോഹാർ, ഇബ്രി, ബുറൈമി, ഷിനാസ്, കസബ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗ്ലോബൽ മണി എക്സ്ചേഞ്ച് ഓഫീസിന്റെ കളക്ഷൻ സെന്ററുകളിലും എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകാം. മജസ്റ്റി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. സാംസ്കാരിക കായിക യുവജനകാര്യ മന്ത്രി സയ്യിദ് തയാസിൻ ബിൻ ഹൈത്തം അൽ സയ്യിദ് മുഖ്യാതിഥിയായിരിക്കും. 2019-20 സ്പോർട്സ് സീസണിന് സമാപനം കുറിച്ചുള്ള മത്സരത്തിൽ ദോഫാർ ക്ലബും അൽ അറൂബ ക്ലബും തമ്മിലാണ് മാറ്റുരയ്ക്കുക. മസ്കറ്റ് ഷന്നാഹ് റൂട്ടിൽ ബസ് സർവീസ് ഇന്നു മുതൽ സാധാരണ നിലയിൽ തുടരും. നവംബർ 22 ഞായറാഴ്ച മുതൽ ഇന്നലെ വരെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരുന്നു. ഇന്ന് മസ്കറ്റ് ഷന്നാഹ് സർവീസ് സാധാരണ നിലയിലാകുമെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 24121500 അല്ലെങ്കിൽ 24121555 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോവിഡ് കാലം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കാര്യമാണ് വൈറ്റമിൻ ഗുളികകൾ കഴിച്ചാൽ കോവിഡിനെ പ്രതികരിക്കാമെന്നത്. വൈറ്റമിൻ CD, സിങ്ക് ഗുളികകൾ ആവശ്യപ്പെട്ട് ഫാർമസികളിൽ പലരും എത്തുന്നുമുണ്ട്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്.
കോവിഡിന് പ്രതികരിക്കാമെന്ന പേരിൽ അമിതമായി വൈറ്റമിൻ ഗുളികകൾ കഴിക്കുന്നത് അപകടകരമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വൈറ്റമിൻ ഗുളികകൾ കഴിക്കുന്നത് ചിലപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ വഴിയൊരുക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കാലാവസ്ഥ മാറിയതോടെ ഒമാന്റെ കാർഷിക മേഖല ഉണരുന്നു. കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ മികച്ച വിളവെടുപ്പാണ് ഈ വർഷം പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒമാനിൽ നിലവിൽ 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി വരെ താപനിലയാണ് അനുഭവപ്പെടുന്നത്. ഇത് പച്ചക്കറി അടക്കമുള്ള കൃഷികൾക്ക് ഏറെ അനുകൂലമാണ്. അതിനാൽ ഒമാനിലെ കർഷകരും കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഏറെ ആവേശത്തിലാണ്. കാലാവസ്ഥ അനുകൂലമായി തുടർന്നാൽ ഡിസംബർ മുതൽ ഒമാൻ പച്ചക്കറികൾ വിപണിയിലിറങ്ങും. ഇതോടെ പച്ചക്കറി വില കുറയുകയും ചെയ്യും. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഒമാൻ പച്ചക്കറിയുടെ സീസൺ. ആരോഗ്യ മന്ത്രാലയം കോൾ സെന്റർ സേവനങ്ങൾ പുനരാരംഭിച്ചു. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലികമായി കോൾ സെന്റർ പ്രവർത്തനം നിർത്തിവെച്ചത്. കോൾ സെന്റർ സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ വാഹന രജിസ്ട്രേഷൻ 1.5 ദശലക്ഷമായി. ഒക്ടോബർ അവസാനം വരെയുള്ള കണക്കുകളാണ് ദേശീയ സ്ഥിതിവിവര വിഭാഗം പുറത്തുവിട്ടത്. ഇക്കാലയളവിൽ 15,51,496 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. അനധികൃത തെരുവ് കച്ചവടങ്ങൾക്കെതിരെ കർശന നടപടികളുമായി നഗരസഭ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം നടത്തുന്നതിന് എതിരെയാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും. മത്സ്യം, പഴം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്നത്. വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. കൊറോണ മഹാമാരി വ്യാപനത്തിനിടെയുള്ള ആദ്യത്തെ ശൈത്യകാല അവധിക്കായി രാജ്യത്തെ വിദ്യാലയങ്ങൾ വരും ദിവസങ്ങളിൽ അടച്ചു തുടങ്ങും. ഇന്ത്യൻ വിദ്യാലയം അടക്കമുള്ളവയാണ് 1 മാസത്തോളം നീളുന്ന അവധിക്കായി അടയ്ക്കുക. വിവിധ ഇന്ത്യൻ സ്കൂളുകൾ വ്യത്യസ്ത ദിവസങ്ങളിലാണ് അവധി ആരംഭിക്കുന്നത്. 2021 ജനുവരി ആദ്യവാരത്തിലാണ് പ്രവൃത്തി ദിനത്തിന്റെ തുടക്കം. അന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കും. ഓൺലൈൻ ക്ലാസുകൾ തുടരുകയാണോ, മുഖാമുഖം ക്ലാസുകളും ആരംഭിക്കുമോ എന്നത് സംബന്ധിച്ചും പിന്നീട് അറിയാൻ സാധിക്കും. രാജ്യത്ത് 12ാം തരം ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സ്കൂളുകളിൽ എത്താൻ അനുമതി ഉണ്ടെങ്കിലും ഇന്ത്യൻ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകൾ തുടരുകയായിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ അധികൃതരുടെ കർശന നിർദ്ദേശങ്ങളും വിദ്യാലയങ്ങൾക്ക് ലഭിച്ചിരുന്നു. വീടുകളിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്ന വസ്തുക്കളെ വ്യക്തമാക്കി വിദഗ്ധർ. ലോഹത്തിന്റെ അംശമുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് മുഖ്യ കാരണമാകുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ അശ്രദ്ധയോടെയുള്ള ഉപയോഗവും അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ലോഹങ്ങളുടെ അംശം അടങ്ങിയിട്ടില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഉണർത്തുന്നു. പാചകവാത സിലിണ്ടറുകളും അപകടങ്ങളിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ കെട്ടിട ഉടമകൾ തയ്യാറാകുന്നില്ല എന്നത് ചെറിയ അപകടങ്ങളിൽ പോലും തീ പെട്ടെന്ന് പടരാനും വലിയ നാശനഷ്ടം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. രാജ്യത്ത് ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ വലിയ തോതിൽ ഭക്ഷ്യവസ്തുക്കൾ, വർഷത്തിൽ വലിയ തോതിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെടുന്നത്. രാജ്യത്ത് വർഷത്തിൽ ആവശ്യമായി വരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിശ്ചിത ശതമാനത്തോളമാണിത്. ആവശ്യത്തിൽ അധികം സാധനങ്ങൾ വാങ്ങി ആവശ്യമായി സൗകര്യമില്ലാതെ സൂക്ഷിക്കുന്നവരാണ് ഭക്ഷണം മലിനമാക്കി കളയുന്നത്. ഉപേക്ഷിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നവ ആവശ്യക്കാരിലെത്തുക എന്ന പരിഹാര നടപടിയാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നവ മാത്രം കൂടുതൽ വാങ്ങുകയും മറ്റു വസ്തുക്കൾ ആവശ്യത്തിൽ മാത്രം വീടുകളിൽ എത്തിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. റംസാൻ മാസത്തിൽ വൻതോതിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതായി നേരത്തെ അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം കോവിഡ് സാഹചര്യത്തിൽ ഭക്ഷണ മാലിന്യങ്ങളിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്.